നമസ്കാരം. കേരളത്തിൽ 2026 മെയ് മാസത്തിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF 102 സീറ്റുകൾ നേടി വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരികയും VD സതീശൻ സംസ്ഥാനത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തു. പുതിയ സർക്കാർ അധികാരമേറ്റയുടൻ സംസ്ഥാനത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി വ്യക്തമാക്കിക്കൊണ്ട് ജൂൺ 4-ന് നിയമസഭയിൽ ഒരു ധനകാര്യ ധവളപത്രം സമർപ്പിച്ചു. മുൻ ഭരണത്തിൽ നിന്ന് ലഭിച്ച ശൂന്യമായ ഖജനാവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും പുതിയ സർക്കാരിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. തിരഞ്ഞെടുപ്പ് വേളയിൽ UDF മുന്നോട്ടുവെച്ച ജനപ്രിയ വാഗ്ദാനങ്ങളായ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ്, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തൽ തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കാൻ വൻ തുക കണ്ടെത്തേണ്ടതുണ്ട്. വിപണിയിലെ മുൻകൂട്ടിയുള്ള ബാധ്യതകളും ശമ്പള പരിഷ്കരണ കുടിശ്ശികകളും ഉൾപ്പെടെയുള്ള ചെലവുകൾ 1 ലക്ഷം കോടി രൂപയോളം വരുമെന്നാണ് കണക്കാക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ നികുതിയിതര വരുമാന സ്രോതസ്സായ കേരള സംസ്ഥാന ലോട്ടറിയുടെ നവീകരണം അനിവാര്യമായി മാറിയിരിക്കുന്നു. കേരളത്തിന്റെ ആകെ വരുമാനത്തിന്റെ 14% സംഭാവന ചെയ്യുന്നത് ലോട്ടറി വിപണിയാണ്. ലോട്ടറിയിൽ നിന്നുള്ള വരുമാനത്തിന്റെ ഭൂരിഭാഗവും സംസ്ഥാനത്തെ നിർധനരായ ജനങ്ങളുടെ ചികിത്സാ ധനസഹായത്തിനായുള്ള കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഉൾപ്പെടെയുള്ള വിവിധ സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ GST കൗൺസിലിന്റെ തീരുമാനപ്രകാരം ടിക്കറ്റുകളുടെ നികുതി നിരക്ക് 28% നിന്ന് 40% വർദ്ധിപ്പിച്ചത് ലോട്ടറി മേഖലയ്ക്ക് കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചത്. ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കാതെ തന്നെ ഈ സാമ്പത്തിക ആഘാതം നേരിടാൻ കഴിഞ്ഞ സർക്കാർ ലോട്ടറി സമ്മാനങ്ങളിലും കമ്മീഷനുകളിലും വെട്ടുകുറയ്ക്കലുകൾ വരുത്തിയത് വിപണിയിലെ മന്ദതയ്ക്ക് കാരണമായിട്ടുണ്ട്. നിലവിലെ വിലക്കയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ സാധാരണക്കാരായ ഉപഭോക്താക്കൾ ദിവസേന 50 രൂപ നൽകി ടിക്കറ്റുകൾ വാങ്ങാൻ മടിക്കുന്നത് വിപണിയിലെ കച്ചവടത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ലോട്ടറി ടിക്കറ്റ് നിരക്കുകൾ പഴയതുപോലെ 30 രൂപയോ 40 രൂപയോ ആയി കുറയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ ടിക്കറ്റ് എടുക്കാൻ താൽപര്യം കാണിക്കുകയും അതുവഴി വിൽപ്പന വർദ്ധിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന നിർദ്ദേശം ഉയർന്നുവന്നിട്ടുണ്ട്. കോവിഡിനു മുൻപ് 30 രൂപയായിരുന്ന ടിക്കറ്റ് നിരക്ക് പിന്നീട് ധനകാര്യ പ്രതിസന്ധികളും നികുതി മാറ്റങ്ങളും കാരണം 40 രൂപയായും തുടർന്ന് ലോട്ടറി ഡയറക്ടറേറ്റിന്റെ ശക്തമായ ആവശ്യപ്രകാരം 2025 ഏപ്രിലിൽ 50 രൂപയായും വർദ്ധിപ്പിക്കുകയായിരുന്നു. ടിക്കറ്റ് നിരക്കുകൾ 50 രൂപയായി വർദ്ധിപ്പിച്ചപ്പോൾ മുൻ വർഷത്തെ കച്ചവടത്തിന്റെ 30 മുതൽ 40% വരെ വിൽപ്പന കുറഞ്ഞതായി ചില പ്രധാന മേഖലകളിലെ വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നു. മുൻകാലങ്ങളിൽ ടിക്കറ്റ് നിരക്ക് 30 രൂപയിൽ നിന്ന് 40 രൂപയാക്കിയപ്പോൾ തന്നെ വിപണിയിൽ വലിയ രീതിയിലുള്ള വിൽപ്പന കുറവ് അനുഭവപ്പെട്ടിരുന്നു. വിപണി ഈ വിലക്കയറ്റത്തോട് പൊരുത്തപ്പെടാൻ വലിയ സമയമെടുത്തു. ഇപ്പോൾ ടിക്കറ്റ് നിരക്ക് 50 രൂപയായി തുടരുമ്പോൾ വിലക്കയറ്റം കാരണം സാധാരണക്കാരുടെ കൈവശമുള്ള അധിക വരുമാനം പരിമിതമായതിനാൽ അവർ ലോട്ടറി വാങ്ങുന്നതിൽ നിന്ന് പിന്നോട്ടു പോകുന്നു. വില കുറയ്ക്കുന്നത് ലോട്ടറി വിപണിയിലെ കച്ചവടം കൂട്ടാൻ സഹായിക്കുമെങ്കിലും നിലവിലെ 40% ഉയർന്ന GST നികുതി നിരക്കിൽ ഇത് നടപ്പിലാക്കുന്നത് സംസ്ഥാന സർക്കാരിന് കനത്ത വരുമാന നഷ്ടമുണ്ടാക്കും. ടിക്കറ്റ് നിരക്കിൽ കുറവ് വരുത്തുമ്പോൾ GST വിഹിതത്തിലുണ്ടാകുന്ന ഇടിവ് കാരണം സമ്മാനത്തുകയിലും വലിയ തോതിലുള്ള കുറവ് വരുത്തേണ്ടി വരും. നിലവിൽ 50 രൂപയുടെ ടിക്കറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതം കേവലം 3 മുതൽ 5% മാത്രമാണെന്ന് ധനകാര്യ വകുപ്പ് വ്യക്തമാക്കുന്നു. GST വർധനവിന് ശേഷവും ടിക്കറ്റ് വില 50 രൂപയായി തന്നെ നിലനിർത്താൻ സർക്കാർ തീരുമാനിച്ചതുമൂലം ഓരോ നറുക്കെടുപ്പിലും സംസ്ഥാനത്തിന് 3.35 കോടി രൂപയുടെ നേരിട്ടുള്ള നഷ്ടമുണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ടിക്കറ്റ് വില വീണ്ടും കുറയ്ക്കുന്നത് ഖജനാവിന് കനത്ത ആഘാതമായി മാറും. ലോട്ടറി വിപണിയിലെ ഉപഭോക്താക്കളുടെ പങ്കാളിത്തം പ്രധാനമായും പ്രതീക്ഷയും വിശ്വാസവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സമ്മാനങ്ങൾ കൂടുതൽ പേരിലേക്ക് വികേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ഉപഭോക്താക്കൾക്കിടയിൽ ലോട്ടറിയിലുള്ള വിശ്വാസ്യത വർദ്ധിക്കുന്നു. കനത്ത നികുതി ചുമത്തപ്പെടുന്ന വലിയ ഒന്നാം സമ്മാനത്തേക്കാൾ ഉദാഹരണത്തിന് 1 കോടി രൂപ ഇതിൽ നിന്ന് 30% TDS ഉൾപ്പെടെ വലിയൊരു തുക നികുതിയായി കുറയ്ക്കപ്പെടുന്നു. ചെറുകിട ഇടത്തരം സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയാണ് സാധാരണക്കാരായ ജനങ്ങളെ ലോട്ടറിയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നത്. 2025 ഏപ്രിലിൽ ടിക്കറ്റ് നിരക്ക് 50 രൂപയാക്കിയപ്പോൾ ഒന്നാം സമ്മാനം 1 കോടി രൂപയായി ഉയർത്തുകയും പ്രതിദിന വിജയികളുടെ എണ്ണം 3 ലക്ഷത്തിൽ നിന്ന് 6.5 ലക്ഷമായി ഇരട്ടിയാക്കുകയും ചെയ്തിരുന്നു. ഇത് വിപണിയിൽ താൽക്കാലികമായി അനുകൂല തരംഗം സൃഷ്ടിച്ചു. എന്നാൽ 40% GST നിരക്ക് നിലവിൽ വന്നതോടെ സമ്മാനഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു.
ടിക്കറ്റ് നിരക്ക് 50 രൂപയിൽ തന്നെ നിലനിർത്തിയെങ്കിലും ഉയർന്ന നികുതി ബാധ്യത മറികടക്കാൻ 5000 രൂപ 1000 രൂപ നിരക്കിലുള്ള സമ്മാനങ്ങളുടെ എണ്ണം സർക്കാർ വലിയ തോതിൽ വെട്ടിക്കുറച്ചു. ഉദാഹരണത്തിന് വെള്ളിയാഴ്ചകളിലെ നറുക്കെടുപ്പുകളിൽ 5000 രൂപ സമ്മാനക്കാരുടെ എണ്ണം 21,600 നിന്ന് 20,520 1000 രൂപ സമ്മാനക്കാരുടെ എണ്ണം 32,400 നിന്ന് 27,000 കുറച്ചു. ഇതിലൂടെ മൊത്തം സമ്മാന തുകയിൽ നിന്ന് 1.08 കോടിയോളം രൂപയാണ് ഓരോ നറുക്കെടുപ്പിലും കുറവ് വരുത്തിയത്. കൂടാതെ ഏജന്റുമാരുടെ കമ്മീഷൻ വിഹിതം 12% നിന്ന് 9% കുറച്ചതും തിരിച്ചടിയായി. സാധാരണക്കാർക്ക് ലഭിച്ചിരുന്ന ചെറിയ സമ്മാനങ്ങളിലെ ഈ കുറവ് ഉപഭോക്താക്കളുടെ പ്രതീക്ഷകളെ ബാധിക്കുകയും വിപണിയിൽ ലോട്ടറിയോടുള്ള താൽപര്യം കുറയ്ക്കാനും ഇടയാക്കുകയും ചെയ്തു. സമ്മാനങ്ങൾ കൂടുതൽ പേരിലേക്ക് വികേന്ദ്രീകരിച്ച് വിതരണം ചെയ്യുമ്പോൾ മാത്രമേ ലോട്ടറിയിൽ ജനങ്ങൾക്ക് വീണ്ടും വിശ്വാസമുണ്ടാകുകയും കച്ചവടം സജീവമാകുകയും ചെയ്യുകയുള്ളൂ. പുതിയ UDF സർക്കാരിന്റെ സാമ്പത്തിക ഉപദേഷ്ടാക്കളും ശശി തരൂരിനെ പോലുള്ള മുതിർന്ന നേതാക്കളും കേരളം ലോട്ടറിയെയും മദ്യത്തെയും അമിതമായി ആശ്രയിക്കുന്ന റവന്യൂ മാതൃകയെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. വിദേശ പണമിടപാടുകളെയും ലോട്ടറി വരുമാനത്തെയും മാത്രം ആശ്രയിച്ചു പോകുന്ന രീതി മാറ്റണമെന്നും പുതിയ നിക്ഷേപ സൗഹൃദ പദ്ധതികൾ വഴി വരുമാനം വർദ്ധിപ്പിക്കണമെന്നുമാണ് UDF മുന്നോട്ട് വയ്ക്കുന്ന കേരള 2.0 വികസന അജണ്ട. എന്നാൽ നിലവിലെ അടിയന്തര സാമ്പത്തിക ബാധ്യതകളും ക്ഷേമ പെൻഷൻ വിതരണങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ലോട്ടറി വിപണിയിലെ വിൽപ്പന നിലനിർത്തുക എന്നത് പുതിയ ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശന് അത്യന്തം അനിവാര്യമാണ്. ഈ സാഹചര്യത്തിൽ കച്ചവടം വർദ്ധിപ്പിക്കുന്നതിലൂടെ വിറ്റുവരവ് ഉയർത്തുക എന്ന നയമാണ് പുതിയ ലോട്ടറി നിരക്കുകൾ കുറയ്ക്കുന്നതിലൂടെ പുതിയ സർക്കാർ ലക്ഷ്യമിടേണ്ടത്. ടിക്കറ്റ് വില 30 രൂപയോ 40 രൂപയോ ആയി കുറയ്ക്കുകയാണെങ്കിൽ വിൽപ്പനയിലുണ്ടാകുന്ന വർധനവ് വഴി സർക്കാരിന് നികുതി ഇതര വരുമാനത്തിലുണ്ടാകുന്ന നഷ്ടം നികത്താൻ സാധിച്ചേക്കാം. ലോട്ടറി വിൽപ്പനയെ ആശ്രയിച്ച് ജീവിക്കുന്ന 2 ലക്ഷത്തോളം വരുന്ന ഏജന്റുമാരുടെയും ഭിന്നശേഷിക്കാരുടെയും ഉപജീവനമാർഗം സംരക്ഷിക്കാനും കമ്മീഷൻ ഘടനയിലെ അശാസ്ത്രീയത പരിഹരിക്കാനും പുതിയ സർക്കാർ പ്രത്യേക ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയും ഉയർന്ന നികുതി നിരക്കുകളും കണക്കിലെടുക്കുമ്പോൾ ടിക്കറ്റ് വില നേരിട്ട് 30 രൂപയോ 40 രൂപയോ ആയി കുറയ്ക്കുന്നത് ധനശാസ്ത്രപരമായി കടുത്ത വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. എന്നാൽ വിപണിയിലെ വിൽപ്പന വർദ്ധിപ്പിക്കാനും ഉപഭോക്തൃ വിശ്വാസം തിരിച്ചുപിടിക്കാനും പുതിയ UDF സർക്കാരിന് താഴെ പറയുന്ന ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ചെറുകിട സമ്മാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. വൻകിട ഒന്നാം സമ്മാന തുകകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാലും സാധാരണക്കാർക്ക് ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ള 2000 രൂപ 1000 രൂപ 500 രൂപ എന്നീ വിഭാഗങ്ങളിലെ സമ്മാനങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കുക. കൂടുതൽ ആളുകളിലേക്ക് ചെറിയ സമ്മാനങ്ങളെങ്കിലും എത്തുന്നത് ലോട്ടറിയിലെ ജനപങ്കാളിത്തം ഇരട്ടിയാക്കാൻ സഹായിക്കും. TDS നികുതി പരിധി പ്രയോജനപ്പെടുത്തുക. 10,000 രൂപയ്ക്ക് മുകളിലുള്ള സമ്മാനങ്ങൾക്ക് 30% ഫ്ളാറ്റ് ആദായ നികുതി ബാധകമാണ്. അതിനാൽ 10,000 രൂപയ്ക്ക് താഴെയുള്ള ചെറിയ സമ്മാനങ്ങൾ വിപുലീകരിക്കുന്നത് വഴി ഉപഭോക്താക്കൾക്ക് കൂടുതൽ നികുതിരഹിത സമ്മാനങ്ങൾ ഉറപ്പാക്കാനും അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാനും കഴിയും. ഏജന്റ് കമ്മീഷൻ പുനഃസ്ഥാപനവും ക്ഷേമ പദ്ധതികളും. ചെറുകിട വിൽപ്പനക്കാരുടെ കമ്മീഷൻ നിരക്കുകൾ വർദ്ധിപ്പിക്കുകയും അവരുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാൻ ലോട്ടറി ക്ഷേമനിധി ബോർഡ് വഴി വിതരണം ചെയ്യുന്ന സ്കോളർഷിപ്പുകളും മറ്റു സഹായങ്ങളും വർദ്ധിപ്പിക്കുകയും ചെയ്യുക. GST നിരക്ക് കുറയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തുക. ലോട്ടറിയെ ചൂതാട്ട വിഭാഗത്തിൽ നിന്ന് മാറ്റി ഒരു സാമൂഹിക സുരക്ഷാ മാർഗമായി പരിഗണിച്ച് അതിന്റെ ഉയർന്ന 40% GST നിരക്ക് 28%-ലേക്കോ അതിന് താഴെയോ ആയി കുറയ്ക്കാൻ കേന്ദ്ര സർക്കാരിലും GST കൌൺസിലിലും ശക്തമായ സമ്മർദ്ദം ചെലുത്തുക. നികുതി കുറയുന്ന പക്ഷം സ്വാഭാവികമായും ടിക്കറ്റ് വില 30 രൂപയോ 40 രൂപയോ ആയി കുറയ്ക്കാനും അതുവഴി വലിയ കച്ചവടം ഉറപ്പാക്കാനും സാധിക്കും. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യുമ്പോഴും ഹൈപ്പ് ചെയ്യാൻ മറക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലർക്കും അറിയില്ല. നിങ്ങൾ ഹൈപ്പ് ചെയ്യുന്നതാണ് ഈ വീഡിയോ പ്രോത്സാഹിപ്പിക്കാനും ഒരുപാട് പേരിലേക്ക് എത്താനുമുള്ള ഏക വഴി. കമന്റ് ചെയ്യുന്നതിന്റെ അടുത്ത് ഒന്ന് ഇടത്തോട്ട് നീക്കിയാൽ ഈ ഹൈപ്പ് ബട്ടൺ കാണാം. അതിൽ പ്രസ് ചെയ്യുക.